ഷെയ്ഖ് ഹസീന അടിച്ചമർത്തിയിരുന്ന ഭീകരരെയും തീവ്രവാദത്തെയെല്ലാം തുറന്നുവിടുന്ന ഒരു സമീപനമാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റേത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഭീകരൻ ഒരു മുഫ്തി സുബൈർ റഹ്മാനി എന്ന് പറയുന്ന ഒരു ഭീകരൻ ഇന്ത്യയിലെത്തി എന്ന ഒരു റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയെ വളരെയധികം ബാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് സിൻജി ഈ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഈ ഒരു നടപടികളെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഷെയ്ഖ് ഹസീന അവിടെ ഭരണം ഏറ്റെടുത്ത സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ നിരവധി ആളുകളെ പ്രവർത്തകരെയൊക്കെ തന്നെ പിടിച്ച് ജയിലിട്ടിരുന്നു. ഇവർ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു എന്ന ആരോപണം ഉള്ളതിനാലാണ് ഇവരെ ജയിലിൽ പിടിച്ചിട്ടിരുന്നത്. കാരണം ഇവർ ഭീകരവാദ പ്രവർത്തനം നടത്തിയിരുന്നു. ആരോപണം മാത്രമല്ല, സംശയാതീതമായി സംശയത്തിന് അതീതമായി ഇവർ കുറ്റം ചെയ്തതായി തെളിയുകയും ചെയ്തു. എന്നാൽ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയെ അവിടുത്തെ മത തീവ്രവാദ നിലപാടുള്ള ആൾക്കാർ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം ചേർന്ന് പുകച്ച് പുറത്തേക്ക്. അതോടുകൂടി ജയിലുകളടക്കം നിർബന്ധപൂർവ്വം തുറന്ന് ഇത്തരത്തിലുള്ള ഭീകരവാദികളെ പുറത്തേക്ക് വിടുകയാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുക, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അവസരം ഒരുക്കുക എന്നുള്ള. ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ബംഗാളാണ്. നമുക്കറിയാം, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അവിടെയുള്ള മുസ്ലിം കുടിയേറ്റക്കാരായ നിരവധി ആളുകൾക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ് ഉൾപ്പെടെയുള്ളവ നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഈ ബംഗ്ലാദേശികളായ ആളുകൾ ബംഗാളികളാണ്, അതായത് ബംഗാളുകാരാണ് എന്ന രീതിയിൽ അവിടേക്ക് ചെല്ലുന്നു. അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. അങ്ങനെ നുഴഞ്ഞു കയറുന്ന ആൾക്കാർ അവിടുത്തെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടും. ഇപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനിൽ വേരുകളുള്ള നിരവധി സംഘടനകളുണ്ട്. അതിൻ്റെയൊക്കെ സ്ലീപ്പർ സെൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അവരിലേക്ക് ഈ നേതാക്കൾ എത്തിച്ചെല്ലുകയും ഈ നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് അവർ പല പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഇന്ത്യയിൽ നിരവധി ട്രെയിൻ അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഈ ശ്രമങ്ങൾക്കെല്ലാം പിന്നിൽ ഏതോ ഭീകര സംഘടനകളാണെന്നാണ് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് തുറന്നു വിടപ്പെട്ട ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരായ അല്ലെങ്കിൽ അതിനോട് അനുകൂലം നിലപാട് സ്വീകരിക്കുന്ന കുറേ ഭീകരവാദികൾ വിഘടനവാദികളുണ്ട്. അവരിവിടേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ കാലാകാലങ്ങളായി കാശ്മീരിൽ പ്രശ്നങ്ങളുണ്ടായിരുന്ന പാകിസ്ഥാൻ ഭീകരരെ ഇപ്പോൾ ഇന്ത്യ അടിച്ചമർത്തി. അപ്പോൾ പിന്നെന്താ, മറ്റ് സ്റ്റേറ്റിലേക്ക് കയറാൻ പറ്റുമോ? ആസാമിലേക്കും ബംഗാളിലേക്കും ഒക്കെ ഇവർ നുഴഞ്ഞു കയറുന്നു. എന്നിട്ട് അവിടെയുള്ള ഈ തീവ്രവാദ മനോഭാവമുള്ള ആൾക്കാർ, അതായത് ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ള ആൾക്കാർ, അവരെ ഒരുമിച്ച് കൂട്ടുന്നു. ഒപ്പം ബംഗ്ലാദേശിൽ നിന്ന് ഇനിയും ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ കൃത്യമായ കേന്ദ്രങ്ങൾ പാർപ്പിച്ച് ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിക്കുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി ഇന്ത്യൻ ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ബംഗാൾ സർക്കാർ മമതാ ബാനർജിയുടെ സർക്കാർ വഴിവിട്ട ചില സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ അത്തരം വഴിവിട്ട സഹായങ്ങളെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇതിനെ പൂർണ്ണമായും അടിച്ചമർത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഭീകരരിൽ എത്ര പേർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി, ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ട്, എവിടേക്ക് അവർ പാർക്കുന്നു, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. റെയിൽ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടതല്ലേ? തീർച്ചയായിട്ടും സിരിജി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. അതായത് ഇന്ത്യയിൽ ഒരു ട്രെയിൻ അട്ടിമറിക്ക് ഭീകരർ ശ്രമിച്ചതായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഇസ്ലാമിക ഭീകരർക്ക് ഒരു മൃദു സമീപനമാണ് ബംഗാളിൽ നിന്ന് ലഭിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു കലാപ ശ്രമം അവിടെ നടക്കുമെന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതാണ്. അത് ഷെയ്ഖ് ഹസീന ചെവിക്കൊള്ളാത്തതിന്റെ ഫലമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം അവിടെ ജമാഅത്തയുടെ ഒരു ഭരണം തന്നെയാണ്. നമ്മൾ യൂനസിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ യൂനസിനെ ഒരു കളിപ്പാവയാക്കിക്കൊണ്ട് ജമാഅത്തെ അവിടെ ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീന പിടിച്ച് ജയിലിൽ അടച്ച ഇസ്ലാമിക ഭീകരരെ ഒക്കെ ഇപ്പോൾ തുറന്നു വിട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തിരിയാനായി പ്രേരിപ്പിക്കുന്നത്. പലരും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി എന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ റോ പോലെയുള്ള ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ ആസാമിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ അജ്മൽ കസബ് ഇന്ത്യയിലെത്തി ഒരു വലിയ ആക്രമണം നടത്തി. അത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് വന്നതെന്ന് പോലും കണ്ടുപിടിക്കാൻ നമുക്ക് സമയമെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എങ്ങനെ ഇവിടെ എത്തി, ഏത് വഴിക്കെത്തി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വലിയ അട്ടിമറി ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ചിലപ്പോൾ അറിയുന്നത് തന്നെ ഇത്തരം ഭീകരർ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അത്തരത്തിൽ ഇവരൊന്നും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വന്നാലും അതിനെ തടയിടാൻ ഇവർക്ക് കഴിയും. ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാഷി മുസിദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന ഒരു
കൊടും ഭീകരനെ ഇവർ ജയിലിൽ നിന്ന്, ബംഗ്ലാദേശ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സൗഹൃദ രാജ്യമാണെങ്കിലും ഇന്ത്യയിലേക്ക് പാകിസ്ഥാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ പാകിസ്ഥാന് സ്വാഭാവികമായും ഇന്ത്യയോട് എതിർപ്പുണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഭീകരരെ അഴിച്ചു വിട്ടുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം നടത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ കൂടി ലക്ഷ്യമാണ്. അതിന് ബംഗ്ലാദേശിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് അവിടുത്തെ ഭീകരരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലേ? അതെ, സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഈ ഭീകരൻ മുഫ്തി സുബൈർ റഹ്മാനി ഇന്ത്യയിലേക്ക് വന്നത്, ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറയുന്നത്. ഇയാള് യഥാർത്ഥത്തിൽ ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ അൻസറുള്ള ബംഗ്ലാ ടീമുമായി ബന്ധപ്പെട്ടയാളാണ്. ഈ ആള് അവിടെ നിന്ന് ഇവിടെ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യയിലെ ഈ ഗ്രൂപ്പ്, അതായത് അൻസറുള്ള ബംഗ്ലാ ടീം, അവരാണ് ഈ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുകയും ആ വിഷം അവിടെ നിറയ്ക്കുകയും ചെയ്യുന്നത് ഈ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുന്നത്. ഇയാൾ ഇവിടെ ഡൽഹിയിലെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ ചേർന്നു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിജി, അവിടെ നിന്ന് വന്ന ഒരാൾ ഈ ഡൽഹിയിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനും നേരത്തെ തന്നെ ഇവരും അവരും തമ്മിൽ നേരത്തെ ബന്ധമുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത്? അങ്ങനെ വേണം കരുതാൻ. കാരണം നമുക്കറിയാലോ, ഒരു 10 വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ, അഹമ്മദാബാദ്, ഇവിടെയൊക്കെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവും. ആരാണ് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നമുക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ബോംബ് സ്ഫോടനങ്ങൾ മാർക്കറ്റിലുണ്ടാകുന്നു, മോളുകളിലുണ്ടാകുന്നു, സിനിമ ഷോപ്പിന് മുമ്പിലുണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് മാറി. അപ്പോൾ അടിച്ചമർത്തപ്പെടുകയാണ് അവിടെ ചെയ്തത്. ഇപ്പോൾ അവിടുത്തെ പോലീസ് ആയിക്കോട്ടെ, പട്ടാളം ആയിക്കോട്ടെ, ദേശീയ അന്വേഷണ ഏജൻസി ആയിക്കോട്ടെ, അവർ വളരെ വിജിലൻ്റായി. അപ്പോഴും ഈ ഭീകരം പൂർണ്ണമായിട്ട് ഇവിടുന്ന് പോയിട്ടില്ല. ഇവർ അവിടെ ഉറങ്ങിക്കിടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്ലീപ്പർ സെൽ എന്ന് വിളിക്കുന്നത്. ഈ സ്ലീപ്പർ സെല്ല് അവിടെ അവരുടേതായ കാര്യങ്ങളെല്ലാം നോക്കി നടക്കുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ത്യക്കെതിരായ ഒരു വികാരമുണ്ട്. അതിനെ ഉണർത്താൻ കഴിയുന്ന ആരെങ്കിലും അവരിലേക്ക് എന്തെങ്കിലും ഇഞ്ചക്റ്റ് ചെയ്താൽ, ഇപ്പം പറഞ്ഞല്ലോ, ബംഗ്ലാദേശിൽ ജയിലിൽ നിന്ന് ചിലരെ പുറത്തേക്ക് വിട്ടു. അപ്പം മനഃപൂർവ്വമാണ് അവരെ സ്വതന്ത്രരാക്കി വിടുന്നത്. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മതം അല്ലെങ്കിൽ മതരാജ്യം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവരുടെ ടാർഗറ്റ് ഇന്ത്യക്കാർ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇന്ത്യക്കാരെ കൊല്ലുക, ചെറിയ കുട്ടിയായിക്കോട്ടെ, പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, ആരായാലും അതിനകത്ത് ജാതി മതം ഒന്നും നോക്കുന്നില്ല, ഇന്ത്യക്കാരെ കൊല്ലുക എന്നുള്ള ഒരു അജണ്ട ലക്ഷ്യമാക്കി ഇവർ വരുന്നു. എന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് ഫോണിലൂടെയോ ഒക്കെ ഇത്തരം ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്ലീപ്പർ സെല്ല് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്തായിരിക്കും? നിങ്ങൾ ഒരു ഘോഷയാത്ര നടക്കുന്നതിനിടയിലേക്ക് വാഹനം പിടിച്ച് കയറ്റ്, കുറേ പേര് ചാകില്ലേ? അല്ലെ നിങ്ങളൊരു മാർക്കറ്റിൽ പോയിട്ട് ഒരു സ്ഫോടനം നടത്ത്, കുറേ പേര് ചാകില്ലേ? അപ്പോൾ ഇവർ ചാവേറായി പ്രവർത്തിക്കാൻ തയ്യാറാണ്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണ ഏജൻസിയൊക്കെ ചെന്ന് വെടിവെച്ച് വന്നേക്കാം. ഇവർക്ക് മരിക്കാൻ ഭയമില്ല. ഇവരുടെ മനസ്സിൽ ജിഹാദ് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കുരിശുയുദ്ധം നടത്തി എന്തിനും വിജയം നേടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ചിന്ത. ആ രീതിയിൽ ഇവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ റോ അല്ലെങ്കിൽ NIA, അതുപോലെ IB തുടങ്ങിയ ഈ നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം മുന്നോട്ട് വരണം. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ അവർ അത്തരം നിലപാടെടുക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഈ ആസാമിലെയും ബംഗാളിലെയും ചില ചെറിയ പോക്കറ്റുകളിലൂടെ ഇവർക്ക് നുഴഞ്ഞു കയറാനും അവരെ സഹായിക്കാൻ ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ള കുറേ ആൾക്കാർ നിലവിലുണ്ട്, അല്ലെ നിലനിൽക്കുന്നു ഉള്ള സത്യവും നമുക്ക് വിസ്മരിച്ചുകൂടാ. അപ്പോൾ പാകിസ്ഥാൻ്റെ മൈൻഡുള്ള മുസ്ലിം മത നിയമങ്ങൾ മാത്രമുള്ള ഒരു ബംഗ്ലാദേശ് സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പോൾ അവരുടെ പ്രധാന ശത്രു ഇന്ത്യയാണ്. ഇന്ത്യയെ ഇല്ലാതാക്കണം, ഇന്ത്യയെ നശിപ്പിക്കണം, ഇന്ത്യക്ക് ഉപദ്രവം സൃഷ്ടിക്കണം, അങ്ങനെ കുറേ ആളുകളെ സൃഷ്ടിച്ചെടുക്കണം. ജമാഅത്ത് ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം മതരാഷ്ട്രം സ്ഥാപിക്കാനാണ്. അപ്പോൾ അവരെ പോലും ആ ബംഗ്ലാദേശിൽ നിരോധിച്ചത് അവരിൽ തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, അവരിലെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് കണ്ടാണ് ആ ജയിലിൽ അടച്ച ആൾക്കാരെയാണ് പുറത്തേക്ക് വിടുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ 2 തീവ്രവാദികളുടെ പേര് അവർ പ്രധാന നേതാക്കളായതുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്. ഇവരുടെ താഴെ എത്രയോ പേരുണ്ടാവും. അവർ ഇങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയാൽ, ഇന്ത്യയിൽ ആക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പോൾ റെയിൽ അട്ടിമറിയുടെ കാര്യം പറഞ്ഞു. ഒരു ട്രെയിൻ അട്ടിമറിച്ചാൽ എത്ര ജീവനുകളാണ് പൊലിയുന്നത്. അപ്പോൾ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായ ആലോചനകൾക്ക് ശേഷം അവർ പ്രഖ്യാപിച്ചതും നടപ്പാക്കാൻ ശ്രമിക്കുന്നതുമാണ്. ഇതിനെയാണ് നമ്മൾ ഇനി പ്രതിരോധിക്കേണ്ടത്. അതായത് ഇപ്പോൾ റെയിൽ അട്ടിമറിയെ കുറിച്ച് സിനിജി പറഞ്ഞല്ലോ, ആ ഒരു അട്ടിമറി ശ്രമത്തിൽ ശരിക്കും അത് സക്സസ് ആയില്ല എങ്കിൽ പോലും, സക്സസ് ആയിരുന്നെങ്കിൽ അതൊരു വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ പോകുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല എങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ, അതായത് ഇന്ത്യക്കാർക്കിടയിൽ ഈ ഒരു തീവ്രവാദികൾക്ക് വലിയൊരു ഭയം സൃഷ്ടിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇല്ലേ തന്നെയാണ്? അതെ, തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദിയോബന്ദിലെ ദാറുൽ ഉൽ മദ്രസയിലാണ് ഈ ഭീകരൻ എത്തിയത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ മദ്രസകൾ കേന്ദ്രീകരിച്ച് ഇവർ അധ്യാപകരായി വന്ന് അവിടെ നിന്ന് ഇത്തരത്തിൽ ഭീകര പ്രവർത്തനം ഇന്ത്യയിൽ നടത്തുന്നത്,
അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു അട്ടിമറി നടത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരം അന്വേഷണങ്ങളാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ചർച്ച അവസാനിപ്പിക്കാം.